ഇന്ത്യയുമായുള്ള പാകിസ്ഥാന്റെ യുദ്ധ സമീപനം അവസാനിച്ചു എങ്കിൽ പോലും പാകിസ്ഥാൻ ഇപ്പോഴും കൃത്യമായ സമാധാനത്തിന്റെ ദിശയിലേക്ക് വന്നിട്ടില്ല. അതായത് പാകിസ്ഥാൻ തന്നെ അടി ഇരന്ന് വാങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരമായി പുറത്തു വരുന്നത്. പാകിസ്ഥാനിലെ പാകിസ്ഥാന്റെ തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ കിർന കുന്നുകൾക്ക് സമീപം ആണവ ചോർച്ച ഉണ്ടായോ എന്നാണ് ലോകം മുഴുവൻ ചോദിക്കുന്നത്. ഇത് ഇന്ത്യ സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷേ ആണവ ചോർച്ച ഉണ്ടായി എന്നതുമായി ബന്ധപ്പെട്ട ചില നിർണായകമായ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതായത് പാകിസ്ഥാനിലെ സർദോവ മേഖലയിൽ ആണവ അടിയന്തര സഹായ വിമാനം US നിന്ന് പുറപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ ഒരു ചെറിയ കുന്നിൻ പ്രദേശമായ മുരിയയിലെ ഒരു വിമാനത്താവളത്തിൽ നിന്ന് ഒരു ഈജിപ്ഷ്യൻ വ്യോമസേനയുടെ ഗതാഗത വിമാനം വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അതായത് ഇന്ത്യയുമായുള്ള സംഘർഷം രൂക്ഷമായ സമയത്ത് പാകിസ്ഥാനിലെ കുന്നിൻ പ്രദേശമായ മുരിയയിലെ ഒരു ചെറിയ വിമാനത്താവളത്തിൽ നിന്ന് ഒരു ഈജിപ്ഷ്യൻ വ്യോമസേന ഗതാഗത വിമാനം പറന്നുയർന്നത് ആ പറക്കലിന്റെ ഉദ്ദേശങ്ങളെക്കുറിച്ച് നിരവധി ഊഹാപോഹങ്ങൾ വരുന്നുണ്ട്. മാത്രമല്ല പ്രതിരോധ പ്രതിനിധികൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ പങ്കുവയ്ക്കുന്നുമുണ്ട്. ഇരു രാജ്യങ്ങളും സൈനിക നടപടികൾ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചതിന്റെ ഒരു ദിവസത്തിന് ശേഷം, അതായത് മെയ് 11 ഉച്ചയ്ക്ക് EGY-1916 എന്ന കോൾ സൈനുള്ള ഈജിപ്ഷ്യൻ വ്യോമസേന ഗതാഗത വിമാനം ദുർബൻ വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെട്ടതായി ഫ്ലൈറ്റ് റഡാർ 24 ഡേറ്റ കാണിക്കുന്നുണ്ട്. ചൈനയിൽ നിന്നാണ് വിമാനം പാകിസ്ഥാനിൽ എത്തിയത്. പക്ഷേ അതിന്റെ അടുത്ത ലക്ഷ്യസ്ഥാനം എങ്ങോട്ടാണ് എന്ന് വ്യക്തമല്ല. പാകിസ്ഥാൻ ആണവായുധങ്ങൾ സൂക്ഷിക്കുന്ന സ്ഥലത്തിന് സമീപമെന്നാണ് കരുതപ്പെടുന്ന ചില വിമാനത്താവള സ്ട്രിപ്പുകളിൽ ഇന്ത്യ ആക്രമണം നടത്തിയെന്ന അവകാശവാദങ്ങൾക്കിടെയാണ് ഈ വിമാനത്തിന്റെ വരവ്. ഇന്ത്യയിലോ പാകിസ്ഥാനിലെ അധികാരികൾ ഇത്തരം അവകാശവാദങ്ങൾ ഉന്നയിച്ചിട്ടില്ല. പക്ഷേ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഉപഗ്രഹ ചിത്രങ്ങളുടെ ഒരു വലിയ ചിത്രങ്ങൾ പ്രചരിക്കുന്നുണ്ട്. അതാണ് ഈ സംശയങ്ങൾക്കൊക്കെ കാരണമാകുന്നത് എന്നതാണ് പറയപ്പെടുന്നത്. എന്തായാലും ഈ മേഖലയിൽ മെറ്റോലോഡിയന്റെ ഉയർന്ന സാന്ദ്രത റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്, അതായത് ആണവ വികിരണത്തിന്റെ ആണവ ചോർച്ചയുടെ വലിയൊരു സാന്നിധ്യം ഉണ്ട് എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഇത് ഈജിപ്ഷ്യൻ വിമാനത്തിന്റെ പാകിസ്ഥാൻ ലാൻഡിംഗ് മൂലകവുമായി ബന്ധപ്പെട്ടിരിക്കാമെന്ന അനുമാനത്തിന് കാരണമായി. ആണവോർജ മേഖലയിൽ ഉൾപ്പെടെ ആഗിരണം ചെയ്യാനുള്ള കഴിവ് ഇത് വ്യാപകമായി വ്യാവസായിക ഉപയോഗം കണ്ടെത്തുന്നു. ബൊറേറ്റുകൾ, പ്രത്യേകിച്ച് ഐസോടോപ്പ് ബോറോൺ 10 ആണവ നിലയങ്ങളുടെ സുരക്ഷിതമായ പ്രവർത്തനത്തിന് അത്യന്താപേക്ഷിതമാണിത്. യുറേനിയം വിഘടനത്തിലുള്ള താപ ന്യൂട്രോണുകളെ ആഗിരണം ചെയ്യാനുള്ള കഴിവ് കാരണം സമ്മർദ്ദത്തിലുള്ളതും തിളയ്ക്കുന്നതുമായ റിയാക്ടറുകളെ നിയന്ത്രിക്കാനും സ്ഥിരപ്പെടുത്തുന്നതിനും ബോറോൺ 10 വ്യാപകമായി ഉപയോഗിക്കുന്നു. ഈ ബോറോൺ 10 എന്ന് പറയുന്ന വിമാനം ഈജിപ്ഷ്യനിൽ നിന്ന് ഇവിടെ എത്തിയിരിക്കുന്നു. അത് നൈൽ നദിയിൽ ഈ ആണവ ചോർച്ച ഉണ്ടാകുമ്പോൾ ആ ആണവ ചോർച്ച തടയാനുള്ള ഈ ബോറോൺ എന്ന് അടങ്ങിയ ഈ മണ്ണ് നൈൽ നദിയുടെ തീരത്താണുള്ളത്. അത് വഹിച്ചുകൊണ്ടാണ് ഈജിപ്ഷ്യൻ വിമാനം പാകിസ്ഥാനിലെ കിർന ഹിൽസിലേക്ക് വന്നത് എന്നാണ് പറയുന്നത്. അടിയന്തര ആണവ പ്രതികരണ ശ്രമങ്ങളിൽ ബോറോൺ ഒരു പ്രധാന ഘടകമാണ്. 1986 സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്ന യുക്രൈനിൽ നടന്ന ചെർണോബിൽ ദുരന്തത്തിൽ റേഡിയോ ആക്റ്റീവ് തടയുന്നതിനും ആണവ പ്രതിപ്രവർത്തനങ്ങൾ നിർത്തുന്നതിനുമായി മണൽ, ബോറോൺ, കളിമൺ, ലെഡ് എന്നിവയുടെ മിശ്രിതം ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ബോറോണിന്റെ ഈ ഗുണമാണ് എക്സിലും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ഈ ഊഹാപോഹങ്ങൾക്ക് വഴിയുണ്ടാക്കിയത്. ഇപ്പോൾ ബോറോണിന് പ്രാധാന്യമുള്ളത് എന്തുകൊണ്ട്? ഈജിപ്തിലെ നൈൽ ഡെൽറ്റയിൽ ബോറോണിന്റെ സമ്പത്തുണ്ട്. ഇത് ന്യൂട്രോണുകളെ ആഗിരണം ചെയ്യാൻ സഹായിക്കുന്നു. അടിസ്ഥാനപരമായി ന്യൂക്ലിയർ വികിരണം ഇത് തടയാൻ ബോറോണിന് കഴിയുമെന്നാണ് പറയുന്നത്. ഇസ്ലാമാബാദിനടുത്തുള്ള തന്ത്രപ്രധാനമായ നൂർഖാൻ വ്യോമത്താവളം ഉൾപ്പെടെ പാകിസ്ഥാൻ വ്യോമത്താവളങ്ങളിൽ ഇന്ത്യ നടത്തിയ മിസൈൽ ആക്രമണങ്ങൾക്ക് ശേഷം ആക്രമണങ്ങൾ ഈ ആണവ കേന്ദ്രങ്ങളെ ബാധിച്ചിട്ടുണ്ടോ എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. പക്ഷെ ഇന്ത്യ പറയുന്നു, ഞങ്ങൾ ആണവ കേന്ദ്രങ്ങളെ തൊട്ടിട്ടില്ല, ഞങ്ങൾക്ക് കിർന ഹിൽസിൽ അങ്ങനെ ഒരു ആണവ കേന്ദ്രം ഉണ്ടോ എന്ന് പോലും അറിയില്ല, പിന്നെ എന്തിനാണ് ഇത്തരത്തിൽ നിങ്ങൾ ഞങ്ങളോട് ചോദിക്കുന്നത്,
നിങ്ങൾ പറഞ്ഞു തന്നപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് പാകിസ്ഥാനിൽ ഇത്തരമൊരു ആണവ കേന്ദ്രമുണ്ടായെന്ന്. മെയ് 11 ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് പ്രകാരം പാകിസ്ഥാന്റെ ആണവ പദ്ധതിയെക്കുറിച്ച് വളരെ കാലമായി പരിചയമുള്ള മുൻ അമേരിക്കൻ ഉദ്യോഗസ്ഥൻ പാകിസ്ഥാന്റെ ഏറ്റവും വലിയ ഭയം അവരുടെ ആണവ കമാൻഡ് അതോറിറ്റി ഇരിക്കുന്ന സ്ഥലം ഇന്ത്യ ടാർഗറ്റ് ചെയ്യുമോ എന്നുള്ളതാണ് അവരുടെ ഭയം. നൂർഖാനെതിരെയുള്ള മിസൈൽ ആക്രമണം ഇന്ത്യക്ക് അങ്ങനെ ചെയ്യാൻ കഴിയുമെന്ന മുന്നറിയിപ്പായി പാകിസ്ഥാൻ കണക്കാക്കുന്നുണ്ട്. കാരണം നൂർഖാൻ വിമാനത്താവളം എന്ന് പറയുന്നത് പാകിസ്ഥാന്റെ ഒരു നാഡീ വ്യൂഹമാണ്. അവിടെയാണ് വിദേശത്ത് VVIPകൾ വരുന്നതും പോകുന്നതും, പാകിസ്ഥാനുള്ള VVIPകൾ വരുന്നതും പോകുന്നതും. ആ വിമാനത്താവളത്തിന്റെ ഈ ആക്രമണത്തിന് മുൻപും ശേഷവുമുള്ള ചിത്രങ്ങൾ കാണുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ത്യ കയറി മേഞ്ഞിരിക്കുന്ന ഒരു കാഴ്ചയാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ നൂർഖാൻ വിമാനത്താവളത്തിന് തൊട്ടടുത്ത് കിടക്കുന്ന ഈ കിർന ഹിൽസിലേക്ക് ബോറോൺ 10 എന്ന് പറയുന്ന ഒരു ഈജിപ്ഷ്യൻ വിമാനം വരുന്നു. ഈ ബോറോൺ 10 എന്ന് പറയുന്നത് ഈ ആണവ വികിരണങ്ങളെ തടയാൻ ഉപയോഗിക്കുന്ന ഒരു മണലാണ്. അതായത് ഈ നൈൽ നദിയുടെ തീരത്തുള്ള ഒരു മണലാണ്. അപ്പോ ഇത് എന്തിനാണ് ഈ വിമാനം പാകിസ്ഥാനിലേക്ക് വന്നത്? മാത്രമല്ല ഒരു സേഫ്റ്റി എനർജി വിമാനം അമേരിക്കയിൽ നിന്നും പാകിസ്ഥാനിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ വലിയ പ്രതിസന്ധിയിലാണ്. പക്ഷേ ഇന്ത്യ പറയുന്നുണ്ട്, ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല, ഞങ്ങളെ ആക്രമിച്ചപ്പോൾ ഞങ്ങൾ പ്രതിരോധിക്കുക മാത്രമാണ് ചെയ്തത്. പ്രതിരോധത്തിലും നിൽക്കാതെ വന്നപ്പോഴാണ് ഞങ്ങൾ കറാച്ചിയിലും റാവൽപിണ്ടിയിലും ലാഹോറിലും ഒക്കെ കയറി അടിച്ചത്. ഈ വിമാനത്താവളങ്ങൾ ഉൾപ്പെടെ തകർക്കേണ്ട ഒരു അവസ്ഥ ഞങ്ങൾക്ക് വന്നത് ഞങ്ങൾക്കൊരു തരത്തിലും പ്രതിരോധത്തിൽ മര്യാദയ്ക്ക് ഇത് അവസാനിപ്പിക്കും, ഞങ്ങൾ ഭീകരരെയാണ് ലക്ഷ്യമിടുന്നത് പറഞ്ഞപ്പോഴും അതൊന്നും നോക്കാതെ നമ്മളെ കയറി അടിച്ചപ്പോൾ നമ്മുടെ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി നമുക്ക് തിരിച്ചടിച്ചേ മതിയാകും, അതുകൊണ്ട് ഞങ്ങൾ അത്രയൊക്കെ ചെയ്തോളൂ, വേറെ ഒന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല, ഞങ്ങൾക്ക് ഈ ആണവ കേന്ദ്രങ്ങളെ കുറിച്ചൊന്നും അറിയില്ല, ഇവരല്ലേ പറയുന്നത് 130 ആണവ കേന്ദ്രങ്ങളുണ്ട് അതുകൊണ്ട് ഇപ്പൊ ഞങ്ങളെ അങ്ങ് തീർക്കുമെന്ന്. അങ്ങനെ പറഞ്ഞൊന്നും പേടിപ്പിക്കാനും വേണ്ട. ആണവ കേന്ദ്രങ്ങളെ ഞങ്ങൾക്ക് ഭയമൊന്നുമില്ല. പിന്നെ നിങ്ങൾക്കൊരു ആണവ കേന്ദ്രം ഉണ്ടോ? അത് ഉണ്ട് എന്നറിഞ്ഞതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. അടുത്ത തവണ ഞങ്ങളത് കൃത്യമായി നോക്കിക്കോളാം. പ്രത്യേകിച്ച് 2 ആണവ രാജ്യങ്ങൾ തമ്മിൽ ആണവ ആയുധങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള ഒരു നിയമമുണ്ട്. അതിന് കുറെ വ്യവസ്ഥകളുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ആണവായുധം ഉപയോഗിക്കാൻ പാടുള്ളൂ. അത് ലംഘിച്ചാൽ വലിയ കുറ്റമാണ്. അതുകൊണ്ട് ഇന്ത്യ ഒരിക്കലും അത്തരം ഒരു കുറ്റം ചെയ്യില്ല എന്നുള്ളത് ഉറപ്പാണ്. പിന്നെ എന്തിനാണ് പാകിസ്ഥാൻ ഇങ്ങനെ നിലവിളിക്കുന്നത്? പാകിസ്ഥാൻ ഇനി വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെച്ചത് കൊണ്ട് അവിടുത്തെ ഏതെങ്കിലും ഭീകരവാദികൾ തന്നെ ഈ ആണവ കേന്ദ്രം ആക്രമിച്ചോ? നമുക്കറിയില്ല. എന്തായാലും നമ്മുടെ ഇന്ത്യൻ സർക്കാരോ നമ്മുടെ ഇന്ത്യൻ സേനയോ അത് ചെയ്തിട്ടില്ല. അവർക്ക് ഈ കിർന ഹിൽസിലെ ഈ ആണവ കേന്ദ്രത്തെ കുറിച്ചൊന്നും ഒരു ഐഡിയ പോലും ഇല്ല. അതുകൊണ്ട് നമുക്കറിയില്ല. എന്തായാലും ഈജിപ്തിൽ നിന്ന് ആണവ ചോർച്ച തടയാൻ ഒരു വിമാനം എത്തിയിട്ടുണ്ട്. അതെന്തിനാണ് എന്നുള്ളത് ഇപ്പോഴും ചോദ്യചിഹ്നമാണ്.